ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ജയ്ഷൽ ആദിൽ, നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റ്, LED, സ്റ്റേറ്റ് ഗ്യാരണ്ടീസ്, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി, ഇന്നർ പാർട്ടി ഇലക്ഷൻസ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ്, അർബൻ പ്ലാനിംഗ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് നൗറു. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജയ്ഷൽ ആദിൽ എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ്. ഈ ജയ്ഷൽ ആദിൽ എന്ന് പറയുന്നത് ഇറാനിലും പാകിസ്ഥാനിലും ഒക്കെ അവിടെയുള്ള ബലൂചിസ്ഥാൻ പ്രൊവിൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സലഫിസ്റ്റ് സുന്നി ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇവരെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇറാന് ഇന്നലെ പാകിസ്ഥാനിലുള്ള ഈ ടെറർ ക്യാമ്പുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മിസൈൽ അറ്റാക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ പേജ് 1 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഒന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല, ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഈ ഗ്രൂപ്പിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ജയ്ഷൽ ആദിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർമി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സുന്നി സെലഫിസ്റ്റ് സെപ്പറേറ്റിസ്റ്റ് മിലിറ്റന്റ് ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. ഇപ്പോൾ ഇറാനും US ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ ജയ്ഷൽ ആദിൽ എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇറാന്റെ ഒരു സിസ്താൻ ബലൂചിസ്ഥാൻ പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് ഉണ്ട്. അതായത് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ബലൂജുകൾ താമസിക്കുന്ന വലിയൊരു പ്രദേശമുണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ ഇറാനിലാണ് കിടക്കുന്നത്. അതാണ് ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ബലൂചിസ്ഥാൻ പ്രൊവിൻസിലുമായിട്ടാണ് ഇവർ പ്രധാനമായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ടെറർ ട്രെയിനിങ് ക്യാമ്പുകളും അല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പ്രധാനമായിട്ടും വരുന്നത് പാകിസ്ഥാന്റെ സൈഡിൽ, ഈ ബോർഡറിൽ പാകിസ്ഥാന്റെ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഏരിയയിൽ ഇപ്പോൾ ഇറാൻ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താനുള്ള കാരണം. അപ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ബലൂചിസ്ഥാൻ പ്രൊവിൻസിന്റെ ഭാഗത്തുള്ള ബോർഡർ ഒരു ഹൈലി പോറസ് ആയിട്ടുള്ള ബോർഡറാണ്. അത് കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡർ അല്ല. ഹൈലി മൗണ്ടൈനസ് ആയിട്ടുള്ള ടെറൈനാണ്, ഒരു ഡെസേർട്ട് പോലത്തെ ബാരൻ ലാൻഡുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോർഡറിലൂടെ എല്ലാ കാലത്തും ഈ ഡ്രഗ് സ്മഗ്ലിങ്ങും അതുപോലെ തന്നെ ആംസിന്റെ സ്മഗ്ലിങ്ങും ടെററിസ്റ്റുകളുടെ ഇൻഫിൽട്രേഷനും ഒക്കെ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇറാനിൽ ഇപ്പോൾ റീസെന്റ് ഈ ഒരു ഓർഗനൈസേഷൻ, ഇറാന്റെ ബോർഡർ ഡിഫൻസ് ഒക്കെ നോക്കുന്ന ഒരു പോലീസ് ഫോഴ്സിന്റെ ഓഫീസിന് അഗേൻസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഒരു 11ഓളം പോലീസ് ഓഫീസേഴ്സ് ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിലാണ് ഇറാൻ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റ് ആണ്. ഈ നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിന്റെ പേജ് 14 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റ്, അത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അവൈലബിൾ ആയിരിക്കേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റുകളെ ആണ് ഈ നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുക. അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജ് ലെവൽ, ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഒക്കെ വരുന്ന വില്ലേജ് ലെവൽ, സബ് ഹെൽത്ത് സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് ആൻഡ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നിർബന്ധം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും ബേസിക് എസെൻഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താറുള്ളത്. ഈ നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇന്ത്യയിൽ ICMR ആണ്. ICMR ഈ ലിസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങുന്നത് 2018 WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത്തരത്തിൽ ഒരു എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ WHO എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റിന്റെ ഇന്ത്യയുടെ വേർഷനാണ് NEDL എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ WHO എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായിട്ടൊരു നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള ആദ്യത്തെ രാജ്യവും ഇന്ത്യയാണെന്നാണ് ICMRന്റെ ഒക്കെ വെബ്സൈറ്റിൽ പറയുന്നത്. ഇതിന്റെ കൂടെ എന്താണ് ICMR എന്നും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അല്ലെങ്കിൽ ICMR എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ ബയോമെഡിക്കൽ റിസർച്ചിന്റെ കാര്യത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, അതിന്റെ കോർഡിനേഷൻ നടത്തുക, അതിന്റെ പ്രൊമോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലുള്ള അപെക്സ് ബോഡിയാണ് ICMR എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് റിസർച്ചിന്റെ കീഴിൽ, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് റിസർച്ചിന്റെ അണ്ടറിലാണ് ICMR പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് LED ആണ്, അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആണ്. അപ്പോൾ ഈ LEDസിനെ കുറിച്ച് ഇന്നത്തെ ദ ഹിന്ദുവിന്റെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന കാര്യത്തിന്റെ 2nd പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ എന്താണ് LED എന്ന് മനസ്സിലാക്കുക. LED എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന, അതായത് ഇലക്ട്രിക് കറണ്ട് അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് LED എന്ന് പറയുന്നത്. LED ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇത് പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള റെഡ്, ഗ്രീൻ, ബ്ലൂ, ഈ 3 കളേഴ്സും
പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി LED ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഡിഫറെൻറ്റ് LEDസിൻ്റെ കോമ്പിനേഷൻസ് വെച്ചിട്ട് നമുക്ക് വലിയ ലാർജ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള LED ഡിസ്പ്ലേ ബോർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സ്റ്റേറ്റ് ഗ്യാരണ്ടീസിനെ കുറിച്ചാണ്. സോ ഈ സ്റ്റേറ്റ് ഗ്യാരണ്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 19 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ RBI ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗ്യാരണ്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ഗ്യാരണ്ടി എന്നൊന്ന് മനസ്സിലാക്കുക. സോ സ്റ്റേറ്റ് ഗ്യാരണ്ടീസ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് ഗ്യാരണ്ടീസിനെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഈ പറയുന്ന ഈ RBIയുടെ ഈ കേസ് ഒന്ന് മനസ്സിലാക്കുക, RBI കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രപ്പോസൽ ഒന്ന് മനസ്സിലാക്കുക. അതായത് 2022 ജൂലൈ മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു 32nd കോൺഫറൻസ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് സെക്രട്ടറീസ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് 2022 ജൂലൈയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫറൻസിനകത്താണ് സ്റ്റേറ്റുകൾക്ക്, അതായത് സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഈ പറയുന്ന ഒരു യൂണിഫോം ഗ്യാരണ്ടി സീലിംഗ് പ്രിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളൊരു പ്രപ്പോസൽ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് സ്റ്റേറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റുകൾ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഫിനാൻഷ്യൽ മാറ്റേഴ്സിലൊക്കെ കൊടുക്കുന്ന ഗ്യാരണ്ടീസിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഗ്യാരണ്ടീസ് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ അന്ന് ഈ ഡിസ്കഷനകത്ത് അല്ലെങ്കിൽ ഈ ഒരു കോൺഫറൻസിനകത്ത് അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റേറ്റ് ഗ്യാരണ്ടി എന്നുള്ള ടേമിന്റെ മീനിങ്ങിനകത്ത് എല്ലാ തരത്തിലുള്ള ഇത്തരത്തിൽ ഗ്യാരണ്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകളും, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ലിഗേഷനോ കണ്ടിൻജന്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സും ഈ സ്റ്റേറ്റ് ഗ്യാരണ്ടി എന്നുള്ള ടേമിന്റെ പരിധി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രാജ്യങ്ങൾ ഇത്തരത്തിൽ ലോണുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഗ്യാരണ്ടി കൊടുക്കുന്നതിന് നമ്മൾ വിളിക്കുക സോവറൈൻ ഗ്യാരണ്ടി എന്നാണ്. സോ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൊടുക്കുന്ന ഗ്യാരണ്ടിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആണ്. സോ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 19 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലുള്ള ഒരു അറ്റാച്ച്ഡ് ഓഫീസാണ് ഈ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് ആദ്യം സെറ്റപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലുള്ള ഒരു സെല്ലായിട്ടാണ്. 1978 ഇത് അത്തരത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സോ 78 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാനുള്ള കാരണം ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന പാണ്ഡെ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ആണ് അന്ന് ഇത് ഈ DGCയുടെ കീഴിലുള്ള ഒരു സെല്ലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പക്ഷെ പിന്നീട് ഇതിന്റെ സ്റ്റാറ്റസ് കുറച്ച് എലവേറ്റ് ചെയ്തിട്ട് ഒരു 1987 ഒക്കെ ആവുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലുള്ള ഒരു അറ്റാച്ച്ഡ് ഓഫീസായിട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ സിവിൽ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സിവിൽ ഫ്ലൈറ്റ്സ്, അതുപോലെ തന്നെ അത് ഈ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലാണെങ്കിലും ഡൊമസ്റ്റിക് എയർപോർട്ടുകളിലാണെങ്കിലുള്ള സിവിൽ ഫ്ലൈറ്റ്സിന്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കേണ്ട സ്റ്റാൻഡേർഡ്സ്, മെഷേഴ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സും മെഷേഴ്സും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ പർപ്പസ് ആയിട്ട്, ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്നർ പാർട്ടി ഇലക്ഷൻസ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. സോ ഇത് നമ്മൾ കുറച്ചും കൂടി ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ GS പേപ്പർ 2 ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സോ ഇന്നർ പാർട്ടി ഇലക്ഷൻസ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കകത്തുള്ള ഫംഗ്ഷണറീസിനെ തീരുമാനിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പാർട്ടികൾക്കകത്ത് ഇലക്ഷൻസ് നടത്തുന്ന പ്രോസസ്സ് ഉണ്ട്. അത് മിക്ക പാർട്ടികളും പേരിനാണ് നടത്താറില്ലെങ്കിലും ചില പാർട്ടികൾക്ക് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ UK പോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടേക്ക് ഇത് വളരെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഈ നമ്മുടെ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൽ പലപ്പോഴും ഇതൊരു പേരിന് വേണ്ടി മാത്രമേ ഇന്നർ പാർട്ടി ഡെമോക്രസി ഉണ്ടാവാറുള്ളൂ. എസ്പെഷ്യലി ഈ പാർട്ടി ഫംഗ്ഷണറീസിനെ ഇലക്ട് ചെയ്യുന്ന പ്രോസസ്സൊക്കെ പലപ്പോഴും ആൾക്കാരുടെ കണ്ണിൽ പൊടിയുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു പ്രോസസ്സായിട്ട് മാത്രമേ നടക്കാറുള്ളത്. അപ്പോൾ ഇതിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചും അത് ഇന്ത്യയിൽ നേരിടുന്ന ചാലഞ്ചസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്നർ പാർട്ടി ഡെമോക്രസി പ്രൊട്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് കമ്മിറ്റി റെക്കമെൻഡേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്കകത്ത് ഇന്നർ പാർട്ടി ഇലക്ഷൻസ് ആവശ്യമാണ് എന്നുള്ളതാണ്. സോ അപ്പോൾ ഇതിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു നെസസിറ്റി എന്ന് പറയുന്നത്, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന് ഇത് പാർട്ടികളുടെ ഡെമോക്രസിനെ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിനെ ഓവറോൾ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാരണം നമ്മളൊരു ഇൻഡയറക്റ്റ് ഡെമോക്രസി ആകുന്ന സമയത്ത് ആ ഇൻഡയറക്റ്റ് ഡെമോക്രസിക്കകത്തുള്ള ഒരു മേജർ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനകത്ത് ഡെമോക്രസി ഉണ്ടെങ്കിൽ അത് ഓവറോൾ നമ്മുടെ രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക് സെറ്റപ്പിനെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ പാർട്ടികൾക്കകത്തുള്ള ഫാക്ഷണലിസം, ഇപ്പോൾ ഗ്രൂപ്പിസം പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ മേ ബി ഇത് സഹായിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ പാർട്ടി ലീഡർഷിപ്പിന്റെ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും.
പാർട്ടിക്കകത്തുള്ള നെപ്പോട്ടിസം, അതായത് ഇപ്പോൾ സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഒക്കെ പാർട്ടി ഫംഗ്ഷണറീസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ വലിയ രീതിയിൽ കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പാർട്ടി ലീഡർഷിപ്പിലേക്ക് വരാനുള്ള സാധ്യതകൾ തുറന്നിടും. അപ്പോൾ കുറച്ചും കൂടി ഒരു മെറിറ്റോക്രസി ഉണ്ടാവും, നമുക്ക് പൊളിറ്റിക്സ് കുറച്ചും കൂടി ഒരു വൈബ്രന്റ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇത് അത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുന്നില്ല, ഇനി ഇത് നടപ്പിലാക്കിയാലും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഇന്ത്യയിലെ മെജോറിറ്റി പൊളിറ്റിക്കൽ പാർട്ടീസിലും വലിയ രീതിയിലുള്ള നെപ്പോട്ടിസം ഉണ്ട്. അതിപ്പോൾ ഈ ജനറൽ ഇലക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പാർട്ടി ഫംഗ്ഷണറീസിനെ തീരുമാനിക്കുന്ന കാര്യത്തിലാണെങ്കിലും വലിയ രീതിയിലുള്ള നെപ്പോട്ടിസം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് വളരെ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ ഒക്കെ മക്കൾ ഒരു പാർട്ടിക്കകത്ത് ഒട്ടും പ്രവർത്തിച്ചിട്ടുള്ള പരിചയം ഇല്ലെങ്കിൽ പോലും അവർക്ക് തുടക്കത്തിൽ തന്നെ നല്ല ലെവലുള്ള പോസ്റ്റുകൾ കൊടുക്കുന്നതിനുള്ള കാരണം. അതുപോലെ തന്നെ പാർട്ടികൾക്കകത്തുള്ള ഫാക്ഷണലിസം കാരണവും പലപ്പോഴും ഈ ഇലക്ഷൻസ് ഒന്നും കൃത്യമായിട്ട് നടത്താൻ സാധിക്കാറില്ല. കാരണം ഈ ടാലന്റ് ഒന്നും നോക്കിയിട്ടല്ല പലപ്പോഴും ഇത്തരത്തിലുള്ള ഇന്റേണൽ ഇലക്ഷൻസിനകത്ത് പാർട്ടി വർക്കേഴ്സ് വോട്ട് ചെയ്യുക, പകരം ഈ ഫാക്ഷൻസിന്റെ ബേസിസിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കകത്ത് പൊളിറ്റിക്കൽ പാർട്ടീസിനകത്തുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് കൾച്ചർ എന്ന് പറയുന്നത് വളരെ വീക്കാണ്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു തടസ്സമായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി മെക്കാനിസം ഇല്ല. പാർട്ടികൾക്ക് ഇത് ഒരുപാട് ടൈം എടുക്കുന്ന, ഒരുപാട് റിസോഴ്സസ് ചിലവാക്കേണ്ടി വരുന്നൊരു പ്രോസസ്സാണ് ഇന്റേണൽ ഇലക്ഷൻസ് നടത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഈ ഇലക്ഷൻസിലൂടെ ഇലക്ട് ചെയ്യുന്ന ലീഡേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും കോമ്പിറ്റൻസിന്റെ അടിസ്ഥാനത്തിലല്ല ഇവർ പലപ്പോഴും ഇലക്ട് ചെയ്യപ്പെടുന്നത്, പകരം പോപ്പുലാരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് ടാലന്റിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് വലിയൊരു പ്രശ്നമായിട്ട് അത് നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള കമ്മിറ്റി റെക്കമെൻഡേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തത് 1975 വന്നിട്ടുള്ള താർക്കുണ്ടെ കമ്മിറ്റിയാണ്. സോ ഈ താർക്കുണ്ടെ കമ്മിറ്റിക്കകത്ത് ഈ ഇന്നർ പാർട്ടി ഡെമോക്രസിയെ കുറിച്ചിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഈ പാർട്ടികൾക്കകത്ത് നടക്കുന്ന ഇലക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ പാർട്ടികൾക്കകത്തുള്ള പ്രൊസീജിയർ ട്രാൻസ്പെറന്റ് ആക്കുന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ പാർട്ടി മെമ്പേഴ്സിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചില റെക്കമെൻഡേഷൻസ് താർക്കുണ്ടെ കമ്മിറ്റിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇലക്ട്രൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന 1990 ദിനേശ് ഗോസ്വാമി കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി ഓൺ ഇലക്ട്രൽ റിഫോംസും ഇതിന് സിമിലർ ആയിട്ടുള്ള ഇന്നർ പാർട്ടി ഡെമോക്രസിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്നർ പാർട്ടി ഇലക്ഷൻസ് ഒക്കെ നടത്തുന്നതിനെ കുറിച്ചുള്ള ചില സജഷൻസും അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ് ഒക്കെ മേക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 1999 ലോ കമ്മീഷന്റെ 170ാമത്തെ റിപ്പോർട്ടിനകത്തും ഈ ഇന്റേണൽ വർക്കിംഗ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ അല്ലെങ്കിൽ ഇന്റേണൽ പാർട്ടി ഡെമോക്രസിനെയൊക്കെ, പാർട്ടികൾക്കകത്തുള്ള ഇന്റേണൽ ഡെമോക്രസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഫ്രെയിം വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അർബൻ പ്ലാനിംഗ് ആണ്. സോ ഈ അർബൻ പ്ലാനിങ്ങിന്റെ കേസിനകത്ത്, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള അർബൻ പ്ലാനിങ് നേരിടുന്ന പ്രശ്നങ്ങളും അതിനുള്ള സൊല്യൂഷൻസും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റ് പോളിസീസുമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ നിലവിൽ ഈ അർബൻ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഹൈലി റാപ്പിഡ്, അതായത് വളരെ പെട്ടെന്ന് അർബനൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വേൾഡ് ബാങ്കിന്റെ ഒക്കെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2040 ഒക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏകദേശം 50% ജനങ്ങളും അർബൻ ഏരിയാസിലായിരിക്കും താമസിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ റാപ്പിഡ് ആയിട്ടുള്ള അർബനൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ റാപ്പിഡ് ആയിട്ടുള്ള അർബനൈസേഷനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അർബൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അർബൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് ഇവിടെ നടക്കുന്നില്ല. അപ്പം അങ്ങനെ സംഭവിക്കുന്ന സമയത്ത്, അതായത് ഒരു അർബൻ ഏരിയയിലേക്ക് വലിയ രീതിയിൽ ഒരു പോപ്പുലർ ഇൻഫ്ലക്സ് വരുന്ന സമയത്ത് ആ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ അർബൻ ഏരിയക്ക് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഹൗസിംഗ് ക്രൈസിസ് ഒക്കെ കാരണം ഇൻഫോർമൽ ആയിട്ടുള്ള സെറ്റിൽമെന്റുകൾ വളരാനുള്ള സാധ്യത ഉണ്ട്. അതായത് സ്ലംസ് ഒക്കെ കൂടുതലായിട്ട് ഫോം ചെയ്യും, നിലവിലുള്ള സ്ലംസ് കൂടുതൽ വലുതാവും, അർബൻ ഏരിയാസ് ഹൈലി കൺജസ്റ്റഡ് ആയിട്ട് മാറും. അപ്പോൾ ഈ സ്ലംസ് ഒക്കെ വലുതാകുന്ന സമയത്ത് അത് കാരണം ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ ഒക്കെ സ്പ്രെഡ് പെട്ടെന്ന് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള റാപ്പിഡ് അർബനൈസേഷൻ നടക്കുന്ന സമയത്ത് അത് നിലവിലുള്ള അർബൻ ഇൻഫ്രാസ്ട്രക്ചറിനെ ഓവർവെൽം ചെയ്യാനുള്ള അല്ലെങ്കിൽ വലിയ ഇതിൽ ബേർഡൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ചിലപ്പോൾ കൊളാപ്സ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വലിയ ഇതിലുള്ള ട്രാഫിക് കൺജൻഷൻ വരാം. അതുപോലെ തന്നെ ഈ പെട്ടെന്നുള്ള അർബനൈസേഷൻ നടക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്റ്റും വളരെ വലുതായിരിക്കും. അതായത് ആ അർബൻ ഏരിയയിലുള്ള എയർ പൊല്യൂഷൻ വലിയ രീതിയിൽ കൂടാം, ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും വാഹനപ്പെരുപ്പൊക്കെ കാരണം. അതുപോലെ തന്നെ വാട്ടർ ബോഡീസ് ഒക്കെ ഹെവിലി പൊല്യൂട്ട് ചെയ്യപ്പെടാം, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ സംഭവിക്കാം. ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇൻഅഡക്വേറ്റ് ആയിട്ടുള്ള ഇനീക്വറ്റബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റിന്റെ ഇഷ്യൂ ഉണ്ട്. അതായത് ഒരു അർബൻ ഏരിയയിൽ താമസിക്കുന്നതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്നൊരു ഡിഫറൻസിയേഷൻ വരും. അതായത് കുറെ ആളുകൾക്കൊക്കെ ഈ സിവിക് കമ്മ്യൂണിറ്റീസ് കൃത്യമായിട്ട് കിട്ടുകയും വലിയൊരു വിഭാഗം ആളുകൾ ഹൈലി മാർജിനലൈസ് ചെയ്യപ്പെട്ട രീതിയിൽ ജീവിക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥ വരും. ഇനീക്വാലിറ്റി വലിയ രീതിയിൽ വളരും.
ഇനി ഇതിനുള്ള സൊല്യൂഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അർബൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ഒരു അർബൻ പോളിസി കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അർബൻ കമ്മ്യൂണിറ്റീസിന്റെ, അതായത് ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്തുകൊണ്ടുള്ള പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷനും നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കുറച്ചും കൂടി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് നടത്തുക, അതായത് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യുക, അതിലൂടെ ഈ പറയുന്ന ട്രാഫിക് കൺജഷൻസും അതുപോലെ തന്നെ എയർ പൊല്യൂഷനൊക്കെ ഒരു പരിധി വരെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ അർബൻ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്ന് അമൃതാണ്, അതായത് അടൽ മിഷൻ ഫോർ റിജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ അർബൻ ഏരിയാസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് ഡെലിവറി ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് ഈ അമൃത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റീസ് മിഷൻ, ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷന്റെ അർബൻ വേർഷൻ, സ്വച്ഛ് ഭാരത് അർബൻ മിഷൻ. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, അതിന്റെ അർബൻ വേർഷൻ. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ, അല്ലെങ്കിൽ JNNURM എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് നൗറു ആണ്. സോ ഈ നൗറു എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ പസഫിക്കിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൈക്രോ സ്റ്റേറ്റ് ആണ്. ഇതൊരു ഐലൻഡ് ആണ്. ഇതിന് മൈക്രോ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ലാൻഡ് ഏരിയയും വളരെ ചെറിയ പോപ്പുലേഷനുള്ള രാജ്യങ്ങളാണ് മൈക്രോ സ്റ്റേറ്റുകൾ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിലൊക്കെ കാര്യങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലൊക്കെ ഒരു പഞ്ചായത്തിലുള്ള അത്രയും ജനസംഖ്യ ഈ പറയുന്ന നൗറു എന്ന് പറയുന്ന രാജ്യത്തുള്ള ഏകദേശം 10,000 ജനങ്ങൾ മാത്രം ജീവിക്കുന്ന വളരെ കുഞ്ഞ് ഐലൻഡാണ് ഈ നൗറു എന്ന് പറയുന്നത്. സോ ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് സെൻട്രൽ പസഫിക് റീജിയനിലാണ്. ഇത് നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പ്ലസന്റ് ഐലൻഡ് എന്നുള്ള പേരിലാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ 3ാമത്തെ രാജ്യമാണ് ഈ നൗറു എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. പിന്നെ ഈ നൗറുവിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റ് ചില പ്രദേശങ്ങളും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ നൗറുവിന്റെ തൊട്ടടുത്താണ് പപ്പുവ ന്യൂഗിനിയ, അതുപോലെ തന്നെ സോളമൻ ഐലൻഡ്സ്, വനവാട്ടു, അതുപോലെ തന്നെ ഫിജി, ടുവാലു, കിരിബാട്ടി, മാർഷൽ ഐലൻഡ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ നടുക്കായിട്ട് സെൻട്രൽ പസഫിക്കിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൈക്രോ സ്റ്റേറ്റ് ആണ്, ഒരു ഐലൻഡ് സ്റ്റേറ്റ് ആണ് നൗറു എന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.